സൂപ്പർ ലീഗ് കേരള തൃശ്ശൂരിലെ മത്സരങ്ങൾക്ക് തുടക്കമാകാൻ പോവുകയാണ്. അല്പസമയത്തിനകം തൃശ്ശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ തൃശ്ശൂർ വേഴ്സസ് മലപ്പുറം FC ഒരു ഫൈറ്റ് നടക്കാൻ പോവുകയാണ്. 1/4 നൂറ്റാണ്ടിന് ശേഷമാണ് തൃശ്ശൂരിലൊരു മത്സരം എത്തുന്നത്. നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ് കേട്ടോ. തൃശ്ശൂരിന്റെ പുലിക്കുട്ടികളായ കാണികൾ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. എന്താ സ്ഥിതി? അടിപൊളി. ജയിക്കോ? ജയിക്കും. എത്രയാ സ്കോർ? 2-0. 2-0 തൃശ്ശൂർ ജയിക്കും. ആണോ? ഒരു ടെൻഷനും ഇല്ല? ഇല്ല. നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാ? ജയിക്കുന്ന ഉറപ്പാണ്? എന്താ ഇത്ര കോൺഫിഡൻസ്? നമ്മുടെ പിള്ളേർ എന്തായാലും നന്നായി കളിക്കാണ്ടിരിക്കില്ല, എന്തായാലും ജയിച്ചിരിക്കും, ഷുവറാണ്. ഇന്നൊരു പൂരമായിരിക്കും അവിടെ? ഇന്നൊരു തൃശ്ശൂർ പൂരമായിരിക്കോ? തീർച്ചയായും. ഇവിടെ ഒരാൾ ഞാൻ ഇങ്ങോട്ട് വരുമ്പോ തന്നെ സംസാരിക്കുന്നത്. അമലേ, എന്താ സ്ഥിതി? ഇത് ജയിക്കും, തൃശ്ശൂർ ജയിക്കും. അതെന്താ ഇങ്ങനെ ഇത്രമാത്രം കോൺഫിഡൻസിൽ? മലപ്പുറത്ത് വന്നിട്ട് നമ്മളെ മലപ്പുറത്ത് 1-0 തോൽപ്പിച്ചതാണ്. മണ്ണല്ലേ, തൃശ്ശൂർ ജയിക്കുള്ളൂ. റോയ് കൃഷ്ണയുടെ ഒരു പെനാൽറ്റി നമ്മളെ ചങ്കിൽ കിടപ്പുണ്ട്. അത് നോക്കണ്ട, ഇവിടെ നമ്മളടിക്കും. 2-1 തൃശ്ശൂർ ജയിക്കും. നമ്മളെ മണ്ണല്ലേ? അല്ല പിന്നെ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് തൃശ്ശൂരിന്റെ മണ്ണിലേക്ക്. അതെ, ഇവിടെ എന്താ പറഞ്ഞേ? തിരിച്ചടിക്കും, എന്തായാലും തിരിച്ചടിക്കും, ഉറപ്പാ. മലപ്പുറമായാലും കോഴിക്കോടായാലും കണ്ണൂരായാലും നമുക്ക് കപ്പ് നമുക്ക് കഴിഞ്ഞ തവണ തൃശ്ശൂരിന്റെ ആരാധകർ കോഴിക്കോട് വന്നപ്പോ പറഞ്ഞു തൃശ്ശൂർ ഒരു പൂരമാണ്, 2ാം പൂരം ഞങ്ങൾ നടത്തുന്നു. ആണ്, അത്രയും കോൺഫിഡൻസിലാണ്. ഓക്കെ, ഇതേ ഇവിടെ തൃശ്ശൂരിന്റെ ആരാധകര് ഒരു വശത്ത് അങ്ങകലെ അവിടെ പുലിക്കളി തുടങ്ങിയിട്ടുണ്ട്. ആ ഭാഗത്ത് കാണികളിലെ എന്താ സ്ഥിതി? ജയിക്കോ? മലപ്പുറത്തുള്ള വിചാരം അവരാണ് ഫുട്ബോൾ കണ്ടുപിടിച്ചത്. അത് നമ്മളിവിടെ മാറ്റി കൊടുക്കും. ഇന്ന് അതങ്ങ് മാറ്റും. അത് മാറ്റും. അവരാണ് ഈ ബോൾ തുന്നിയതും കണ്ടുപിടിച്ചത് കളിക്കാൻ തന്നത് നമുക്ക്. അത് നമ്മളിവിടെ മാറ്റും. അത്രേ ഉള്ളൂ. വേറെ ഫുൾ കോൺഫിഡൻസിലാണ്. അപ്പൊ വെല്ലുവിളിയാണ് കേട്ടോ. മലപ്പുറത്തിന്റെ ആരാധകരുടെ വെല്ലുവിളിയാണ്. അടുത്ത മത്സരം ഉണ്ടാകും. ഞങ്ങൾ ജയിക്കും.